പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത് എന്തെന്ന് ഓർമ്മയുണ്ടോ? ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം ഇനി ദേശീയ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയുടെയുണ്ട്, മുസ്ലിം ലീഗ് അഥവാ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചു, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പഠിക്കുകയാണ്. തുടർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകളും പ്രധാന വിപ്ലവ നേതാക്കളെയും മറ്റു നേതാക്കളെയൊക്കെ പഠിച്ചുറപ്പിക്കും. ഇന്നേ ദിവസം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സമ്പൂർണ്ണമായി പഠിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ആദ്യ പകുതി വരെ എന്ത് ചെയ്തിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന. എന്നാൽ പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണമെന്ന പ്രത്യേക ആവശ്യവുമായിട്ട് അവർ ബ്രിട്ടീഷുകാരെ നിരന്തരം സമീപിച്ചിരുന്നു. ഒടുവിൽ ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ആവശ്യപ്രകാരമാണ് ഇന്ത്യയെ രണ്ടായി സ്വാതന്ത്ര്യാനന്തരം വിഭജിക്കുക. ഇന്ത്യ എന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രമായി പാകിസ്ഥാനെന്നും. അതിന് കാരണമായതും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന സംഘടന തന്നെയാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചു. ബ്രിട്ടീഷ് ഭരണാധികാരിയായ മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. അത് പ്രകാരമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം രൂപം കൊള്ളുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിച്ചുറപ്പിക്കും. തുടങ്ങിയാലോ? യെസ്, നമുക്ക് ആരംഭിക്കാം. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് 1906 ഡിസംബർ മാസം 30-ാം തീയതി. നമുക്കറിയാം, 1905 ബ്രിട്ടീഷുകാർ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിച്ചു. മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാൾ എന്നും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാൾ എന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ വിഭജിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പറയുന്ന ന്യായം ഇതായിരുന്നു: കിഴക്കൻ ബംഗാളില് വികസനമൊന്നുമില്ല. അപ്പൊ കിഴക്കൻ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും ഭരണ സൗകര്യത്തിന് വേണ്ടി, ബ്രിട്ടീഷുകാരുടെ ഭരണ സൗകര്യത്തിനും വേണ്ടി ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുകയും കൽക്കട്ടയെ പോലെ മറ്റൊരു ഭരണസിരാ കേന്ദ്രമാക്കി കിഴക്കൻ ബംഗാളിലെ ധാക്ക നഗരത്തെ വികസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിനെതിരെ ഇന്ത്യയിലെ പ്രതിഷേധം ആളിക്കത്തി. സ്വദേശി പ്രസ്ഥാനവും അതിന്റെ ഭാഗമായിട്ട് വന്ദേമാതരം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സ്വദേശിവൽക്കരണത്തിന്റെ ആശയങ്ങളൊക്കെ പ്രചരിക്കപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ അത് പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് കുറച്ച് പിന്നോക്കം പോയി എന്ന് പറയാം. എന്ത്? പ്രത്യേക ഭരണതലസ്ഥാനം. അങ്ങനെ ബംഗാൾ വിഭജനം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചു. 1906 കൽക്കട്ട സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വരാജ് ആദ്യമായി ആവശ്യപ്പെടുന്നത്. എന്നാൽ സ്വരാജ് എന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കിയത് 1905 ബനാറസ് സമ്മേളനമാണ്. 1906 ഡിസംബറിൽ നടക്കുന്ന കൽക്കട്ട സമ്മേളനത്തിലാണ് സ്വരാജ് ആദ്യമായി ആവശ്യപ്പെടുന്നത്. ശരിയല്ലേ? ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയുമാണ് എന്ന് നമ്മൾ പഠിച്ചു 1906. അതേ സമയത്ത് തന്നെ ധാക്ക കേന്ദ്രീകരിച്ച് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഭരണം പ്രദേശം എന്ന രൂപീകരണം ബ്രിട്ടീഷുകാര് കൊണ്ടുവന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ധാക്കയിലെ ഭരണാധികാരിയായ നവാബ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണാധികാരി അല്ലെ, രാജാവിന് തുല്യമായിട്ടുള്ള പോസ്റ്റ്. അപ്പൊ ധാക്കയിലെ നവാബായ നവാബ് സലിമുള്ള എന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോ നമ്മള് സാമൂഹിക പരിഷ്കരണം പഠിച്ച സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. 1906 ഡിസംബർ 30-ാം തീയതി ധാക്ക ആസ്ഥാനമാക്കിക്കൊണ്ട് ധാക്കയുടെ ഭരണാധികാരിയായ നവാബ് സലീമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചതിനെ ശക്തമായി എതിർത്തുകൊണ്ട് മദൻ മോഹൻ മാളവ്യ 1907 എന്താരംഭിച്ചു? ഹിന്ദു സഭ രൂപീകരിച്ചിരുന്നു. പക്ഷേ ദേശീയ നേതാക്കൾ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഒടുവിൽ പിന്നീട് 1915 അദ്ദേഹം ഹിന്ദു മഹാസഭ വിളിച്ചു കൂട്ടുകയും 1916 ഹിന്ദു മഹാസഭ എന്ന സംഘടന ആരംഭിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ പഠിച്ചു. അപ്പൊ ഓർമ്മിക്കുക, മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാളില് ധാക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് നവാബ് സാലിമുള്ളയാണ്.
അവരോടൊപ്പം അതായത് നമ്മുടെ നവാബ് സലീമുള്ളയുടെ നേതൃത്വത്തിൽ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? ആഗാ ഖാൻ, കൂടാതെ മുഹ്സിൻ ഉൾ ഹക്ക്. ഇവര് 3 പേരുമായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കൾ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത് 1906 ഡിസംബർ 30-ന്. രൂപീകരണ സമ്മേളനം നടന്നത് ധാക്കയിലായിരുന്നു. ആശയം മുന്നോട്ട് വെച്ചത് നവാബ് സലിമുള്ള എന്ന ധാക്കയിലെ നവാബ്. സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത് ആഗാ ഖാൻ, നവാബ് സലിമുള്ള, മുഹ്സിൻ ഉൾ ഹക്ക് എന്നിവർ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് എന്നാണ്. ആ ഗ്രീൻ ബുക്കിന്റെ ശില്പി എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലി. ഗാന്ധിജിയുടെ ഇരു കരങ്ങൾ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമില്ലേ, അതില് മൗലാന മുഹമ്മദ് അലി. രൂപീകരിച്ച സമയത്ത് ഗ്രീൻ ബുക്ക് ഇല്ല. പിന്നീടാണ് രൂപീകരിക്കുക. നമ്മള് ഈ സംഘടനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതുകൂടെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഭരണഘടന ഗ്രീൻ ബുക്ക് എന്നറിയപ്പെടുന്നു. അതിന്റെ ശില്പി എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലി. ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവും. ഭരണ തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് ഉത്തർപ്രദേശിലെ ലക്നൗ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് 1906 ഡിസംബർ 30. രൂപീകരണ സമ്മേളനം നടന്നത് ധാക്കയിൽ. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് നവാബ് സലിമുള്ളയാണ്, ധാക്കയിലെ നവാബ്. സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത് ആഗാ ഖാനും നവാബ് സലിമുള്ളയും മുഹ്സിൻ ഉൽ ഹക്കും. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഭരണഘടന ഗ്രീൻ ബുക്ക് എന്നാണ് അറിയപ്പെടുക. ആ ഗ്രീൻ ബുക്ക് എന്ന ഭരണഘടന തയ്യാറാക്കിയത് മൗലാന മുഹമ്മദ് അലിയും. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ചിഹ്നം അഥവാ മുദ്ര എന്ന് പറയുന്നത് ചന്ദ്രക്കലയും നക്ഷത്രവും. ഭരണ തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് ഉത്തർപ്രദേശിലെ ലക്നൗ. ആദ്യ പ്രസിഡന്റായി സംഘടനയുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ആഗാ ഖാനെയാണ്. ആഗാ ഖാൻ പ്രസിഡന്റ് ആയിരുന്നത് 1906 രൂപീകരണ സമ്മേളനം മുതൽ 1900 ധാക്കയിലെ രൂപീകരണ സമ്മേളനം നടന്നല്ലേ, ആ രൂപീകരണ സമ്മേളനം മുതൽ 1913 വരെ. 1906 ഡിസംബർ 30 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചു. തുടർന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം നടന്നത് കൂടുതൽ പേരൊക്കെ പങ്കെടുത്ത് ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടി. പ്രസിഡന്റ് മാത്രമേ ആകാനുള്ളൂ, ബാക്കിയൊക്കെ വേണമല്ലോ അല്ലെ, പ്രാദേശിക നേതാക്കളൊക്കെ വേണം. അങ്ങനെ ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം നടന്നത് 1907 അമൃത്സറിലാണ്, ഇന്നത്തെ പഞ്ചാബ് ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത്. കാരണം എന്തുകൊണ്ട് അമൃത്സർ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ പഞ്ചാബ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഭൂപ്രദേശമുണ്ട്, സിഖ് ഭൂരിപക്ഷമുള്ള ഭൂപ്രദേശമുണ്ട്. നമ്മൾ പണ്ട് സിന്ധ് പ്രവിശ്യ എന്നാണ് അതിനെ വിളിക്കുക. സിന്ധ് പ്രവിശ്യ നിലവിൽ രണ്ടാണ്. പാകിസ്ഥാനിൽ ഒരു പഞ്ചാബുണ്ട്, ഇന്ത്യയിൽ ഒരു പഞ്ചാബുണ്ട്. ഇത് പൊതുവായിട്ട് സിന്ധ് പ്രവിശ്യ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഭൂപ്രദേശമാണ്. അവർക്ക് വേണ്ടിയിട്ട് അമൃത്സറിൽ വെച്ചായിരുന്നു ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം. അതിന്റെ അടിസ്ഥാനത്തിലല്ലേടാ പിന്നീട് നമ്മുടെ പഞ്ചാബിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ എന്നും ബംഗാളിന്റെ കിഴക്ക് ഭാഗത്ത് പാകിസ്ഥാൻ എന്ന രീതിയിൽ രൂപീകരിക്കുക. ആ ബംഗാളിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഭൂപ്രദേശമാണ് പിന്നീട് 1971 ബംഗ്ലാദേശായിട്ട് മാറുക. അതുവരെ ഇത് രണ്ടും പാകിസ്ഥാൻ തന്നെയല്ലേ. ബംഗാളിന്റെ കിഴക്ക് ഭാഗവും പഞ്ചാബിന്റെ പടിഞ്ഞാറ് ഭാഗവും പാകിസ്ഥാനായിരുന്നു അല്ലെ. അപ്പോൾ ഈ ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം നടക്കുന്ന അമൃത്സറിലാണ്. ഏത് വർഷം? 1907. അധ്യക്ഷൻ എന്ന് പറയുന്നത് സയ്യിദ് അലി ആയിരുന്നു. ഇനി വാർഷിക സമ്മേളനം നടക്കുന്നത്, ആദ്യത്തെ വാർഷിക സമ്മേളനം എന്നാ രൂപീകരിച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 ഡിസംബർ 30. അങ്ങനെയാണെങ്കിൽ ആദ്യ വാർഷിക സമ്മേളനം എന്നായിരിക്കും 1907 ഡിസംബർ മാസം. അത്രയേ ഉള്ളൂ. ആദ്യ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിൽ വെച്ച് 1907. അധ്യക്ഷൻ എന്ന് പറയുന്നത് ആദംജി പീർബോയി ആയിരുന്നു. ഓക്കെ. സംഘടനയുടെ പ്രസിഡന്റ് ആഗാ ഖാൻ ആണ് 1906 തൊട്ട് 13 വരെ. ഇവിടെ നമ്മൾ പറഞ്ഞ രണ്ട് സമ്മേളനത്തിന്റെ അധ്യക്ഷനെ മാത്രമാണ് കേട്ടോ. ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം നടന്നത് അമൃത്സറിലാണ് 1907. ആ ഔദ്യോഗിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സയ്യിദ് അലി ആയിരുന്നു. ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് ഇവിടെ കറാച്ചിയിൽ വെച്ച് 1907. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആദംജി പീർബോയി ആണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ മുഖപത്രം ഡോൺ ആയിരുന്നു. ഡോൺ എന്ന മുഖപത്രം ആരംഭിച്ചത് 1942. ആ ഡോൺ എന്ന മുഖപത്രത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നയും. ഓക്കെ അല്ലേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആഗാ ഖാൻ ആണ്. 1906 ഡിസംബർ 30 തൊട്ട് ആദ്യ രൂപീകരണ സമ്മേളനം തൊട്ട് 1913 വരെ അദ്ദേഹം പ്രസിഡന്റായി സേവനം ചെയ്തു. ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം നടന്നത് ഇന്നത്തെ പഞ്ചാബിലെ അമൃത്സറിലാണ് 1907. ആ
ഔദ്യോഗിക സമ്മേളനത്തിന്റെ മാത്രം അധ്യക്ഷൻ, ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സയ്യിദ് അലി. ആദ്യ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിൽ 1907 ഡിസംബർ മാസം. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആദം ജി പീർപോൾ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ഡോൺ. ഡോൺ എന്ന മുഖപത്രം ആരംഭിച്ചത് 1942. ഡോൺ എന്ന മുഖപത്രത്തിന്റെ സ്ഥാപകനാരാണ്? പിൽക്കാലത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സജീവ നേതാവായി മാറിയ മുഹമ്മദ് അലി ജിന്നൈ. സെറ്റാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് 1906 ഡിസംബർ 30. രൂപീകരണ സമ്മേളനം നടന്നത് ധാക്കയിലാണ്. ആശയം മുന്നോട്ട് വെച്ചത് ധാക്കയിലെ നവാബായ നവാബ് സലിമുള്ള. സ്ഥാപക നേതാക്കൾ ആഗാഖാൻ, നവാബ് സലിമുള്ള, മുഹ്സിൻ ഉൽ ഹഖ്. ഭരണഘടന ഗ്രീൻ ബുക്ക് എന്നറിയപ്പെടുന്നു. ആ ഗ്രീൻ ബുക്ക് എന്ന ഭരണഘടനയുടെ ശില്പി മൗലാന മുഹമ്മദ് അലി. ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവും. ഭരണതല സ്ഥാനം എന്ന് പറയുന്നത് ലക്നൗ. ആദ്യ പ്രസിഡന്റ് ആഗാഖാനാണ്. 1906 മുതൽ 13 വരെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം നടന്നത് അമൃത്സറിലാണ്. ഇത് വർഷം 1907. അധ്യക്ഷൻ സയ്യിദ് അലി തന്നെ. ആദ്യ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിലാണ് 1907. അധ്യക്ഷൻ ആദം ജി പീർപോൾ. മുഖപത്രം എന്ന് പറയുന്നത് ഡോൺ. ഡോൺ എന്ന മുഖപത്രം ആരംഭിച്ചത് 1942. സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നൈ. മുഹമ്മദ് അലി ജിന്ന അംഗമായത് മുഹമ്മദ് അലി ജിന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ അംഗമായത് 1913. മുഹമ്മദ് അലി ജിന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി മാറിയത് 1916 ലക്നൗ സമ്മേളനത്തിൽ. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ ലക്നൗ ഉടമ്പടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈസ്രോയിമാര് പഠിച്ചപ്പോൾ, മിന്റോ പ്രഭു പഠിച്ചപ്പോൾ നമ്മൾ ഈ ലക്നൗ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞിരുന്നു. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമപ്രകാരം ഒരു നയം രൂപീകരിക്കപ്പെട്ടു. എന്താണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കപ്പെടും. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പ്രത്യേകമായി ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു നിയോജക മണ്ഡലം, പ്രത്യേക നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെടും. ഇതിനെ അംഗീകരിച്ചവരായിരുന്നു മുസ്ലിം ലീഗ്, എതിർത്തവരായിരുന്നു ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒടുവിൽ മുസ്ലിം ലീഗ് പറഞ്ഞു, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാം, ഇന്ത്യയുടെ ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് അംഗീകരിക്കുന്നത് മുസ്ലിങ്ങളുടെ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്ന 1909 ഇന്ത്യൻ കൗൺസിൽ നിയമത്തിലെ ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുന്നത് എന്നായിരുന്നു 1916. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ലക്നൗ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, മറക്കല്ലേ? അപ്പോൾ ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1916 ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്ന. ആർക്ക് വേണ്ടി? മുസ്ലിം ലീഗിന് വേണ്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഈ ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആരാണ്? ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഇനി അടുത്ത് നമ്മൾ പോവുകയാണ് മുസ്ലിം ലീഗിന്റെ പ്രത്യേക രാഷ്ട്രവാദം. അതായത് മുസ്ലിം ലീഗ് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്ന ഈ ഒരു പ്രത്യേക രാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന 1930. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വരാജ് ആവശ്യപ്പെട്ട 1906 വാർഷിക സമ്മേളനത്തെ തുടർന്നാണ് മുസ്ലിം ലീഗിന്റെ രൂപീകരണ സമ്മേളനം ധാക്കയിൽ അതേ വർഷം 1906 ഡിസംബർ മാസം നടക്കുക. 1929 ലാഹോർ സമ്മേളനത്തിൽ ഡിസംബർ മാസം അവസാനമാണ് INCയുടെ സമ്മേളനം നടക്കുക, വാർഷിക സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യക്കാരെന്ത് ചെയ്തു? ഒന്നാം സ്വാതന്ത്ര്യ ദിനം 1930 ജനുവരി 26 ആഘോഷിക്കാനൊക്കെ തീരുമാനിച്ചു. അപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നാലോ എന്നൊരു കാഴ്ചപ്പാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ചില പ്രവർത്തകരുടെ മനസ്സിലെങ്കിലും ഉണ്ടായിരുന്നു. ചിലർ എതിർത്തു, എങ്കിലും അതിന്റെ ഭാഗമാണല്ലോ നിയമലംഘന പ്രസ്ഥാനം. നമ്മൾ പഠിച്ചിരുന്നു വിശദമായിട്ടല്ലേ? അപ്പൊ ഇത് മുസ്ലിം ലീഗിനും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, അവരുടെ സമ്മേളനത്തിൽ അവർ പറഞ്ഞു, എന്താണ്? മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം. അപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിക്കപ്പെടുന്നത് 1930 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അലഹാബാദ് സമ്മേളനത്തിലാണ്. ഈ ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആയിരുന്നു. മുഹമ്മദ് ഇക്ബാലിനെ നമുക്കറിയാം അല്ലെ? സാരേ ജിഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവാണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിക്കപ്പെടുന്നത് 1930
1930 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അലഹാബാദ് സമ്മേളനത്തിൽ ഉന്നയിച്ചതാരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഇക്ബാലാണ്. അടുത്ത് പറയുന്നു, മുസ്ലിം ലീഗ് വിമോചന ദിനമായി ആചരിച്ചത്, ലിബറേഷൻ ഡേ ആയിട്ട് ആചരിച്ചത് 1939 ഡിസംബർ മാസം 22-ാം തീയതി. മുസ്ലിം ലീഗ് വിമോചന ദിനമായി ആചരിച്ചത് 1939 ഡിസംബർ 22. അതിനും ഒരു കാരണമുണ്ട്. 1937 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുകയും ഇന്ത്യയിലെ 11 പ്രവിശ്യകളില് തിരഞ്ഞെടുപ്പിലൂടെ എന്ത് ചെയ്തു? ഭരണ സംവിധാനം രൂപീകരിക്കുകയും ചെയ്തു. അതിൽ 9 ഭൂരിപക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരുന്നു. അതുകൊണ്ട് 9 പ്രവിശ്യകളിൽ മന്ത്രിസഭ രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് 2 പ്രവിശ്യകളിൽ സ്വതന്ത്രരുമായി ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗും. 1939 ഇന്ത്യയെ ഇന്ത്യക്ക് ഒരു അറിയിപ്പ് നൽകാതെ ഇന്ത്യയെ കൂടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ബ്രിട്ടൻ പ്രഖ്യാപിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രവിശ്യകളിലെ എല്ലാ മന്ത്രിസഭയും രാജിവെക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം അവിടെയും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് വിമോചനം നൽകണം, മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് മുസ്ലിം ലീഗിന്റെ ദ്വിരാഷ്ട്രവാദം, ഇന്ത്യയെ രണ്ടായി വിഭജിക്കണം. മുസ്ലിം ലീഗിന്റെ ദ്വിരാഷ്ട്രവാദം 1940. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ രൂപീകരിക്കണം. ഇത് 1940 ലാഹോർ സമ്മേളനത്തിലാണ് ഉന്നയിക്കുക. ഉന്നയിച്ചതാരാണ്? മുഹമ്മദ് അലി ജിന്നയും. അതുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയെ ദ്വിരാഷ്ട്രവാദത്തിന്റെ ഉപജ്ഞാതാവെന്ന് വിളിക്കുന്നു. ദ്വിരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ രണ്ടായി വിഭജിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയത് 1940 ലാഹോർ സമ്മേളനം തൊട്ടാണ്. 1930 പറഞ്ഞത് എന്തായിരുന്നു? മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്നാണ് പറഞ്ഞത്. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ചത് 1930 അലഹാബാദ് സമ്മേളനം ഉന്നയിച്ചത് മുഹമ്മദ് ഇക്ബാൽ. മുസ്ലിം ലീഗ് വിമോചന ദിനമായി ആചരിച്ചത് 1939 ഡിസംബർ 22. മുസ്ലിം ലീഗിന്റെ ദ്വിരാഷ്ട്രവാദം ഇന്ത്യയെ രണ്ടായി വിഭജിക്കണമെന്ന രാഷ്ട്രവാദം 1940 ലാഹോർ സമ്മേളനത്തിൽ. പ്രമേയത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ രൂപീകരിക്കണം. ആ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? AK ഫസലുൽ ഹക്ക്. പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ജിന്ന. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലാഹോർ സമ്മേളനത്തിൽ ആദ്യമായി വിഷയാവതരണം ഉന്നയിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. തുടർന്ന് ദ്വിരാഷ്ട്രവാദം എന്ന ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് AK ഫസലുൽ ഹക്ക്. അതുകൊണ്ട് തന്നെ ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച മുഹമ്മദ് അലി ജിന്നയെ ദ്വിരാഷ്ട്രവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്തായിരുന്നു പറഞ്ഞേ? മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കണം. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധിയുടെ നാട് എന്നാണ്. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിശുദ്ധിയുടെ നാട്. തുടർന്ന് നമുക്കറിയാം 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുക. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിച്ച മുദ്രാവാക്യമായിരുന്നു ഡിവൈഡ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ. ആണോ? അല്ല. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉപയോഗിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കുക, അല്ലെ? 1942 ഓഗസ്റ്റ് മാസം. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യമായിരുന്നു എന്ത്? ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ടു പോവുക, ക്വിറ്റ് ഇന്ത്യ. അതുകൊണ്ടാണ് അത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സമയത്ത് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമായിരുന്നു ഡു ഓർ ഡൈ, ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ, ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. എന്നാൽ മുസ്ലിം ലീഗ് മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു ഡിവൈഡ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യയെ രണ്ടായി വിഭജിച്ച് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുകയും നിങ്ങൾ ഇന്ത്യ വിട്ടു പോവുകയും ചെയ്യുക. അപ്പൊ ഇന്ത്യ വിട്ടു പോകുന്നതിന് മുമ്പ് പാകിസ്ഥാൻ രൂപീകരിക്കണമെന്നാണ് ആര് പറയുക? മുസ്ലിം ലീഗ് പറയുക. ആ ഒരു ആവശ്യം പിന്നീട് യാഥാർത്ഥ്യമായി എന്നത് യാഥാർത്ഥ്യമാണ്, നമ്മൾ പരിശോധിക്കാം. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി പ്രഖ്യാപിച്ചത് 1946 ഓഗസ്റ്റ് മാസം 16-ാം തീയതി. 1946 ഓഗസ്റ്റ് 16.
കാരണം 1946 ജൂലൈ മാസം ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കും താൽക്കാലിക മന്ത്രിസഭയിലേക്കും, അതായത് നിയമനിർമ്മാണ സഭയിലേക്കും ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ നടന്ന ജൂലൈ മാസമാണ്. ഇലക്ഷനിലൂടെ പ്രതിനിധികളെ 10 ലക്ഷം പേർക്ക് ഒരാളെന്ന രീതിയിൽ ജനപ്രതിനിധികളെ കണ്ടെത്തി പ്രവിശ്യകളിൽ നിന്ന്, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാട്ടുരാജാക്കന്മാർ നോമിനേറ്റ് ചെയ്യുക. അല്ലെ? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ്. അങ്ങനെ ജൂലൈ മാസം 46 ജൂലൈ മാസം ഇലക്ഷൻ കഴിഞ്ഞു. അങ്ങനെ അംഗങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ അംഗങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? മന്ത്രിസഭ രൂപീകരിക്കേണ്ടത്. ആ അംഗങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കേണ്ടത്. അപ്പൊ വീണ്ടും മുസ്ലിം ലീഗ് പറയുകയാണ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണം. ആ ഒരു ആശയം ബ്രിട്ടീഷുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുക എന്ന് 1946 ഓഗസ്റ്റ് 16. ആ ഡയറക്റ്റ് ആക്ഷൻ ഡേയുടെ മുദ്രാവാക്യം ഇതായിരുന്നു: വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പോരാടും. വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ താൽക്കാലിക മന്ത്രിസഭയിലോ ഭരണഘടനാ നിർമ്മാണ സമിതിയിലോ സജീവ സാന്നിധ്യം ആര് നൽകിയില്ല? മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ നൽകിയില്ല. നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം 1946 ഡിസംബർ 9 തീയതി സംഘടിപ്പിച്ചപ്പോൾ അവിടെ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം കേവലം 207. ആകെ അംഗങ്ങൾ എത്ര പേരുണ്ട്? 389 പേരുണ്ട്. അല്ലേ? കുറച്ചു പേർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിലും മുസ്ലിം ലീഗ് ശക്തമായി അതിൽ ഇടപെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കണം. അതുകൊണ്ട് എപ്പോഴും അത് ഉന്നയിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിശുദ്ധിയുടെ നാട്. ക്വിറ്റ് ഇന്ത്യ സമര മുദ്രാവാക്യം എന്ന് പറയുന്നത് വിഭജിക്കുക, പുറത്തു പോവുക. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ കണക്കാക്കുന്നത് 1946 ഓഗസ്റ്റ് 16. മുദ്രാവാക്യം എന്തായിരുന്നു? വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ കുറിച്ച് നമുക്ക് നോക്കാം. പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. കാരണം മുഹമ്മദ് അലി ജിന്നയാണല്ലോ ദ്വിരാഷ്ട്രവാദം ഉന്നയിക്കുന്നത് 1940 ലാഹോർ സമ്മേളനത്തിൽ. ദ്വിരാഷ്ട്രവാദം എന്ന പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുന്നത് AK ഫസലുൽക്കാണ്. ആദ്യമായി ഒരു ആശയം ഉന്നയിക്കുന്നത് മുഹമ്മദ് അലി ജിന്ന തന്നെ. അദ്ദേഹത്തിന്റെ ആവശ്യമല്ലേ പിന്നീട് പാകിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിക്കാൻ കാരണം? പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. എന്തുകൊണ്ടാ? അദ്ദേഹമാണല്ലോ പ്രത്യേക രാഷ്ട്രവാദം 1930 അവതരിപ്പിക്കുക. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ചൗധരി റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ചൗധരി റഹ്മത്ത് അലി. പാകിസ്ഥാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്, പാകിസ്ഥാൻ എന്ന ആശയം അഥവാ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാൽ. അപ്പോൾ പാകിസ്ഥാൻ എന്ന പേര് മുന്നോട്ട് വെച്ചത് ചൗധരി റഹ്മത്ത് അലിയും പാകിസ്ഥാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ. ദേശീയ കവി എന്ന് പറയുന്നത് മുഹമ്മദ് ഇക്ബാൽ തന്നെ. പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനും. അപ്പോ പാകിസ്ഥാന്റെ ദേശീയ കവി മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞേ? പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ചൗധരി റഹ്മത്ത് അലി. പാകിസ്ഥാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാന്റെ ദേശീയ കവിയായി കണക്കാക്കുന്നത് മുഹമ്മദ് ഇക്ബാലിനെ തന്നെ. പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഒടുവില് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ട് രാജ്യങ്ങൾ രൂപീകരിക്കുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഒപ്പുവെച്ച ഒരു പദ്ധതിയായിരുന്നു ജൂൺ 3 പദ്ധതി. അതൊക്കെ നമ്മൾ വൈസ്രോയിമാരെ പഠിച്ചപ്പോൾ ആൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. 1947 ജൂലൈ മാസം 1947 ഫെബ്രുവരി മാസം 20 തീയതി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. എന്നതിന് മുമ്പ് 1948 ജൂൺ മാസത്തിന് മുൻപ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റനെ ഇന്ത്യയുടെ വൈസ്രോയി ആയി നിയമിച്ചു. അങ്ങനെ മൗണ്ട് ബാറ്റൺ എത്തിച്ചേരുകയും ജൂൺ 3 തീയതി ഒരു പദ്ധതി തയ്യാറാക്കി. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് അദ്ദേഹം പദ്ധതി തയ്യാറാക്കുക. അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യമൊന്നുമല്ല, സ്വന്തം കാഴ്ചപ്പാടിലല്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ മുസ്ലിം ലീഗിനോടും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊക്കെ ചർച്ച ചെയ്ത് ഒരു പദ്ധതി തയ്യാറാക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുമ്പ് ഇന്ത്യയെ രണ്ടായി വിഭജിക്കും. ഇന്ത്യയെ രണ്ടായി വിഭജിക്കും. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും.
ക്ലിയർ? നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണയുടെ പേരിൽ പറയാറുണ്ട്, മൗണ്ട് ബാറ്റൺ ആണ് ഇന്ത്യയെ രണ്ടായി വിഭജിച്ചത്. ഇല്ലെങ്കിൽ വിഭജിക്കൽ അവിടെ നടക്കത്തില്ലായിരുന്നു എന്ന്. അതൊക്കെ ചുമ്മാതെ പറയുന്നതാണ് കേട്ടോ. രണ്ടായി വിഭജിക്കണമെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് തന്നെയാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തു. ഏത് പദ്ധതിയിലൂടെ? ജൂൺ 3 പദ്ധതിയിലൂടെ. ഈ ജൂൺ 3 ജൂൺ 3 തീയതിയാണ് പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അതാണ് മൗണ്ട് ബാറ്റന്റെ ലക്ഷ്യം. അപ്പോ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും സമ്മതം ചോദിച്ചു. ജൂൺ 3 തീയതി പദ്ധതി മുന്നോട്ട് വെച്ചു. ജൂൺ 30 ആയപ്പോ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ജൂൺ 3 പ്ലാനിനെ അല്ലെങ്കിൽ ഡിക്കെബിയുടെ പ്ലാനിനെ അംഗീകരിച്ചു. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു ജൂൺ 30 ആയപ്പോ. തുടർന്ന് ഇക്കാര്യം നമ്മുടെ മൗണ്ട് ബാറ്റൺ ബ്രിട്ടീഷ് പാർലമെന്റിനെ അറിയിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് ഈ ജൂൺ 3 പ്ലാൻ എന്ന് പറയുന്നില്ലേ, ഈ പദ്ധതിയുടെ ഉള്ളടക്കം എന്താണോ അതിനെ ഒരു ബില്ലായി തയ്യാറാക്കി. ജൂൺ 30 ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഉള്ളടക്കം ഒരു ബില്ലായി തയ്യാറാക്കി എന്ന് അവതരിപ്പിച്ചു. 1947 ജൂലൈ മാസം 4 തീയതി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ് പിറ്റേ ദിവസം അത് പാസാക്കി. ജൂലൈ 5 തീയതി പാസാക്കി. ബ്രിട്ടീഷ് രാജാവ് ഒപ്പ് രേഖപ്പെടുത്തിയത് ജൂലൈ 18. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതോടുകൂടി ഉറപ്പായി ഇന്ത്യയെ സ്വതന്ത്രമാക്കും. ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതോടൊപ്പം പാകിസ്ഥാനെ രണ്ടായി പ്രത്യേക രാഷ്ട്രമായിട്ട് വിഭജിക്കും. അങ്ങനെ പാകിസ്ഥാൻ എന്ന് നിലവിൽ വന്നു. എന്നാ പാകിസ്ഥാൻ നിലവിൽ വരുന്നത്? 1947 ഓഗസ്റ്റ് 14 തീയതി പാകിസ്ഥാൻ നിലവിൽ വന്നു. അതിനുശേഷം ഓഗസ്റ്റ് 15നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക. അല്ലേ? പ്രത്യേക രാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം മാത്രം സ്വാതന്ത്ര്യം കിട്ടിയാൽ മതി എന്ന ആശയമാണ് മുഹമ്മദ് അലി ജിന്നയുടെ ആശയമാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. അല്ലെ? അപ്പോൾ പാകിസ്ഥാൻ നിലവിൽ വരുന്നത് 47 ഓഗസ്റ്റ് 14. തുടർന്ന് പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണറായി ആര് നിയമിക്കപ്പെട്ടു? മുഹമ്മദ് അലി ജിന്ന നിയമിക്കപ്പെട്ടു. പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇസ്കന്ദർ മിർസ. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലിയാഖത്ത് അലി ഖാൻ. ഓക്കെ. അപ്പോൾ പാകിസ്ഥാൻ നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 14. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇസ്കന്ദർ മിർസയുമാണ്. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലിയാഖത്ത് അലി ഖാൻ. സെറ്റ് അല്ലേ? ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ ആണ് അഥവാ പ്രതിപുരുഷനാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആയിരുന്നു. പക്ഷേ 1920 വരെ മാത്രമേ അങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡറായിട്ട് മുഹമ്മദ് അലി ജിന്ന പ്രവർത്തിച്ചിരുന്നു എന്നാണ് കണക്കാക്കുക. 1920 വരെ. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗിന്റെ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരുന്നു. എങ്കിലും അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. ഹിന്ദുസ്ഥാൻ എന്ന വധുവിന്റെ സുന്ദരമായ 2 കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറഞ്ഞത് നമ്മുടെ പാകിസ്ഥാന്റെ തത്വചിന്തകൻ, ഫിലോസഫർ എന്നറിയപ്പെടുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യൻ നവോത്ഥാനത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ്. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മറക്കരുത്. അപ്പോ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ അഥവാ പ്രതിപുരുഷൻ എന്ന മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചത് ആരാ? സരോജിനി നായിഡു. ഹിന്ദുസ്ഥാൻ എന്ന വധുവിന്റെ സുന്ദരമായ 2 കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്താലോ? നമ്മൾ കാണാപ്പടം പഠിക്കരുത്, കാര്യം മനസ്സിലാക്കി വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ത്യ ചരിത്രത്തിലെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് 1906 ഡിസംബർ 30. രൂപീകരണ സമ്മേളനം നടന്നത് ധാക്കയിലാണ്. ആശയം മുന്നോട്ട് വെച്ചത് നവാബ സലിമുള്ള എന്ന ധാക്കയിലെ നവാബ്. സ്ഥാപക നേതാക്കൾ ആഗാ ഖാനും നവാബ സലിമുള്ളയും മുഹ്സിൻ ഉൽ ഹഖ്. ഭരണഘടന ഗ്രീൻ ബുക്ക് എന്നറിയപ്പെടുന്നു. ശില്പി മൗലാന മുഹമ്മദ് അലി. ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവും. ഭരണതലസ്ഥാനമായി കണക്കാക്കുന്നത് ലക്നൗ ആണ്. ആദ്യ പ്രസിഡന്റ് ആഗാ ഖാൻ ആയിരുന്നു 1906 മുതൽ 13 വരെ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ ഔദ്യോഗിക സമ്മേളനം നടന്നത് അമൃത്സറിലാണ്. ഈ വർഷം 1907. ആ ഔദ്യോഗിക സമ്മേളനത്തിന്റെ മാത്രം അധ്യക്ഷനായിരുന്നു സയ്യിദ് അലി. ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിലായിരുന്നു 1907. ആ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആദംജി പീർബോയി ആയിരുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ഡോൺ. ഡോൺ എന്ന പത്രം ആരംഭിച്ചത് 1942 ആരുടെ നേതൃത്വത്തിൽ? മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ. മുഹമ്മദ് അലി ജിന്ന അംഗമായത് 1913. പ്രസിഡന്റ് ആയത് 1916 ലക്നൗ സമ്മേളനത്തിൽ. ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1916 മുസ്ലിം ലീഗിന് വേണ്ടി ആര് തന്നെ? മുഹമ്മദ് അലി ജിന്ന തന്നെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒപ്പുവെച്ചത് ആരെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകൻ. എന്തായിരുന്നു ആ ഉടമ്പടിയുടെ ഉള്ളടക്കം?
1909 ഇന്ത്യൻ കൗൺസിൽ നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം രൂപീകരിക്കാമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുന്ന ഉടമ്പടിയായിരുന്നു ലക്നൗ ഉടമ്പടി. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം എന്നാണ് ഒഫീഷ്യലി അതിന്റെ പേര്. അൺഒഫീഷ്യലി നമുക്ക് വേണമെങ്കിൽ മിന്റോ മൊർലി ഭരണപരിഷ്കാരം എന്ന് വിളിക്കാം. പക്ഷേ യഥാർത്ഥ പേര് 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം എന്നാണ്. മുസ്ലിം ലീഗിന്റെ പ്രത്യേക രാഷ്ട്രവാദം 1930 അലഹബാദ് സമ്മേളനത്തിലാണ് ഉന്നയിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. മുസ്ലിം ലീഗ് വിമോചന ദിനമായിട്ട് ലിബറേഷൻ ഡേ ആയിട്ട് ആചരിച്ചത് 1939 ഡിസംബർ 22. മുസ്ലിം ലീഗിന്റെ ധിരാഷ്ട്രവാദം 1940 അതായത് വിഭജിച്ച് പുതിയ രാജ്യം രൂപീകരിക്കുക. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ രൂപീകരിക്കണം എന്നായിരുന്നു ആവശ്യം. 1940 ലാഹോർ സമ്മേളനത്തിലാണ് ഉന്നയിച്ചത് മുഹമ്മദ് അലി ജിന്ന. തുടർന്ന് മുഹമ്മദ് അലി ജിന്നയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ധിരാഷ്ട്രവാദത്തിന്റെ ഉപജ്ഞാതാവെന്ന് വിളിക്കും. ഈ ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചത് ആര്? AK ഫസലുൽ ഹക്ക്. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധിയുടെ നാട്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്ത് മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യമായിരുന്നു വിഭജിക്കുക, പുറത്തു പോവുക. യഥാർത്ഥത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ എന്നായിരുന്നു. ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ജീവിക്കുക അഥവാ മരിക്കുക എന്നായിരുന്നു. ആ സമയത്ത് മുസ്ലിം ലീഗ് മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു വിഭജിക്കുക, പുറത്തു പോവുക. ഇന്ത്യയെ രണ്ടായി വിഭജിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യ വിട്ടു പോവുക എന്നാണ്. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് കണക്കാക്കുന്നത് 1946 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ ഡേയുടെ മുദ്രാവാക്യം ഇതായിരുന്നു: വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ചൗധരി റഹ്മത്ത് അലി. പാകിസ്ഥാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാന്റെ ദേശീയ കവി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ തന്നെ. പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനും. പാകിസ്ഥാൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 14. പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇസ്കന്ദർ മിർസയും. പേര് മറക്കല്ലേ. ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം തന്നെയാണ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുക. ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയാണ്. ആദ്യ പ്രധാനമന്ത്രിയോ ലിയാഖത്ത് അലി ഖാനും. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസഡർ എന്നും പ്രതിപുരുഷനെന്നും മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ഹിന്ദുസ്ഥാൻ എന്ന വധുവിന്റെ സുന്ദരമായ രണ്ട് കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാനുമാണ്. ഇത്രയും കൃത്യമായി പഠിക്കാമോ? സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന സംഘടനയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രധാന പ്രവർത്തനങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ പ്രധാനപ്പെട്ട സമരങ്ങളും നേതാക്കളും ഒക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ദയവായി ഇതുവരെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുറപ്പിക്കുക. നമ്മൾ ആ ദേശീയ പ്രസ്ഥാനം പഠിക്കുമ്പോൾ കുറേ നേതാക്കന്മാരെ പഠിക്കാനുണ്ട്. ആ നേതാക്കന്മാരെയെല്ലാം ഈ ദിവസങ്ങളിൽ പഠിക്കും. അത് വിപ്ലവ നേതാക്കളുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അവരെയൊക്കെ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലുറപ്പിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി അനലൈസ് ചെയ്ത് ചോദിക്കുക. മുന്നോട്ട് പോവുക. ബൈ ബൈ.